പന്തിരിക്കരയിലെ ഇർഷാദിന്റേത് കൊലപാതകമെന്ന് സ്ഥിരീകരണം. DNA പരിശോധനാ ഫലം ലഭിച്ചു. ദീപകിന്റേതെന്ന് കരുതി സംസ്കരിച്ച മൃതദേഹം ഇർഷാദിന്റേതെന്ന് സ്ഥിരീകരിച്ചു. ജൂലൈ 6-നാണ് ഇർഷാദിനെ സ്വർണ്ണക്കടത്ത് സംഘം തട്ടിക്കൊണ്ടുപോയത്. വിവരങ്ങളുമായി അശ്വിൻ വല്ലത്ത് ചേരുന്നു. അശ്വിൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ സ്വർണ്ണക്കള്ളക്കടത്ത് തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ഒരു വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കോടിക്കൽ കടപ്പുറത്ത് നിന്ന് കണ്ടെത്തിയ മൃതദേഹം പന്തിരിക്കര സൂപ്പിക്കടയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ഇർഷാദിന്റെ തന്നെയാണെന്നുള്ള ഉറപ്പ് DNA പരിശോധനാ ഫലം വന്നതോടുകൂടി ലഭിച്ചിരിക്കുകയാണ്. ഇർഷാദിന്റെ മാതാപിതാക്കളുടെ രക്തസാമ്പിൾ കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ ഫോറൻസിക് ലബോറട്ടറിയിൽ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിന്റെ ഫലമാണ് വന്നത്. അല്പസമയം മുൻപ് വടകര റൂറൽ SP കറുപ്പസ്വാമിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ പുറക്കാട്ടരി പാലത്തിന്റെ പരിസരത്ത് വെച്ച് പുഴയിലേക്ക് ഒരു യുവാവ് ചാടുന്നത് കണ്ടു. ജൂലൈ 16-ന് ഒരു യുവാവ് ചാടുന്നത് കണ്ടു എന്ന് അന്ന് പരിസരവാസികൾ മൊഴി നൽകിയിരുന്നു. ഈ ഇർഷാദിന്റെ തട്ടിക്കൊണ്ടുപോകൽ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തവരിൽ നിന്നും സമാനമായ രൂപത്തിലുള്ള മൊഴി ലഭിച്ചതോടുകൂടിയാണ് ഈ കടപ്പുറത്ത് കണ്ട മൃതദേഹം തട്ടിക്കൊണ്ടുപോയ ഇർഷാദിന്റേതാണോ എന്നുള്ള സംശയം പോലീസിനുണ്ടാവുന്നത്. അതിനെ തുടർന്നാണ് അന്ന് ഈ മൃതദേഹം തിരിച്ചറിഞ്ഞ് സംസ്കരിച്ച മേപ്പയ്യൂർ സ്വദേശികളുടെ DNA പരിശോധിക്കുകയും അതിനെ തുടർന്ന് ആ മൃതദേഹം അന്ന് കാണാതായ ദീപകിന്റേതല്ല എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇർഷാദിന്റെ മാതാപിതാക്കളുടെ DNA പരിശോധന ഫലം നടത്തിയത്. അതോടുകൂടി ഈ മൃതദേഹം ഇർഷാദിന്റെ തന്നെയെന്ന് സ്ഥിരീകരിച്ചു. ഇർഷാദിനെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘം അവരുടെ സ്വർണം മറ്റൊരാൾക്ക് കൈമാറി എന്നാരോപിച്ചാണ് തട്ടിക്കൊണ്ടുപോയത്. ഒരു മാസം മുൻപാണ് ഇർഷാദിനെ തട്ടിക്കൊണ്ടുപോയത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട പരാതി ലഭിക്കുന്നത് ഈ മാസം തുടക്കമാണ്. അതോടുകൂടിയാണ് പോലീസ് പെരുവണ്ണാമൊഴി പോലീസും അതേപോലെ പിന്നീട് പേരാമ്പ്ര DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും ഈ കേസ് അന്വേഷിച്ചു. ഈ കേസിൽ ഇതുവരെ 4 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇവരിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ DNA പരിശോധന നടത്തിയത്. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇയാളെ ഇർഷാദിനെ മാറ്റുന്നതിനിടയിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ ഇർഷാദ് പുഴയിലേക്ക് ചാടിയത് എന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു നിഗമനം. അങ്ങനെയാണ് മൊഴിയുമുള്ളത്. ഇർഷാദ് സ്വർണ്ണക്കടത്തുകാരിൽ നിന്ന് രക്ഷ തേടി പുഴയിലേക്ക് സ്വയം എടുത്ത് ചാടി എന്നാണോ, അതോ ഏതെങ്കിലും തരത്തിൽ കൊലപാതകം എന്ന നിലയിലാണോ പോലീസ് പറയുന്നത്? അങ്ങനെയാണ് തട്ടിക്കൊണ്ടുപോയവരുടെ മൊഴി. അങ്ങനെയാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനവും. അങ്ങനെയാണ് ഇവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇർഷാദിനെ മാറ്റുമ്പോൾ ഈ പുറക്കാട്ടരി പാലത്തിന് സമീപം എത്തിയപ്പോൾ അവിടെ വെച്ച് പുഴയിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. അങ്ങനെ തന്നെയാണ് നാട്ടുകാരുടെ മൊഴിയും. ആ ദിവസം അവിടെ ഉണ്ടായിരുന്ന പരിസരവാസികൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചുവന്ന കാറിലെത്തിയ സംഘത്തിൽ നിന്ന് ഒരു യുവാവ് പുഴയിലേക്ക് ചാടുന്നത് കണ്ടു എന്ന് പരിസരവാസികൾ അന്ന് മൊഴി നൽകിയിരുന്നു. അതിനെ തുടർന്ന് എലത്തൂർ പോലീസ് ഈ കാര്യം അന്വേഷിക്കുകയും എന്നാൽ കൂടുതൽ വിവരങ്ങളൊന്നും ലഭിക്കാതിനെ തുടർന്ന് അന്വേഷണം അവിടെ അവസാനിക്കുകയായിരുന്നു. പിന്നീട് ഈ കോടിക്കൽ കടപ്പുറത്ത് വെച്ച് മൃതദേഹം കിട്ടിയപ്പോൾ അത് ദീപകിന്റേതാണെന്ന് ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ആ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു. അന്ന് പക്ഷേ DNA പരിശോധനയോ അത്തരം കാര്യങ്ങളോ പരിശോധനയൊന്നും നടത്തിയിരുന്നില്ല. എന്നാൽ പോലീസിന് ഈ 2 മൊഴികൾ ലഭിച്ചപ്പോൾ തോന്നിയ സംശയത്തെ തുടർന്നാണ് അവരുടെ ഈ ദീപകിന്റെ ബന്ധുക്കളുടെ DNA എടുത്ത് പരിശോധിച്ചത്. അപ്പോൾ വ്യക്തമാവുകയും ചെയ്തു അത് ദീപകിന്റേതല്ല മൃതദേഹം എന്ന കാര്യം വ്യക്തമായി. തൊട്ടു പിന്നാലെ ഇർഷാദിന്റെ മാതാപിതാക്കളുടെ DNA പരിശോധിച്ചു. അങ്ങനെയാണ് ഇത് ഇർഷാദിന്റെ മൃതദേഹം തന്നെയാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. അതുവരെ ഈ നാട്ടുകാരുടെയും അതേപോലെ കസ്റ്റഡിയിലെടുത്തവരുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തുന്നത്. ഇതുവരെ ഇത് ഇർഷാദിനെ തട്ടിക്കൊണ്ടുപോയി എന്ന കേസായിരുന്നു, കാണാനില്ല എന്നതൊക്കെയായിരുന്നു. ഇപ്പോൾ അത് ഇനി കൊലപാതകമോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ കേസിന്റെ സ്വഭാവം എങ്ങനെ മാറും? തീർച്ചയായും കേസ് കൂടുതൽ ഗൗരവമുള്ള ഒരു സ്വഭാവത്തിലേക്ക് മാറുകയാണ്. ഈ കോഴിക്കോട് കൊടുവള്ളി മേഖലയിലൊക്കെ തന്നെ ഈ സ്വർണ്ണക്കടത്തും അതുമായി ബന്ധപ്പെട്ട തട്ടിക്കൊണ്ടുപോകലുമൊക്കെ കഴിഞ്ഞ കുറച്ചു കാലമായി വളരെ സജീവമാണ്. നാം രാമനാട്ടുകര തട്ടിക്കൊണ്ടുപോകൽ കേസിലൊക്കെ കണ്ടതാണ്. പക്ഷേ എന്നാൽ ഇവിടെ ഈ ഒരു മരണം തന്നെ സംഭവിച്ചിരിക്കുന്നു. ഈ കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയ യുവാവിന്റെ മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് കേസിന്റെ ഗൗരവം കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. പൊതുവെ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം തട്ടിക്കൊണ്ടുപോകൽ കേസ് സ്വർണം തിരിച്ചു കിട്ടുന്നതോടുകൂടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോടുകൂടി ഒത്തുതീർപ്പിലേക്ക് എത്തുകയും പിന്നീട് പരാതിയില്ലാതെ കേസ് അവസാനിക്കുന്നതുമാണ് കണ്ടത്. എന്നാൽ ഇവിടെ ഈ യുവാവിന്റെ മരണം സംഭവിച്ചിരിക്കുന്നു. ഇവർ ഈ തട്ടിക്കൊണ്ടുപോയ സംഘം ആരോപിക്കുന്നത് 60 ലക്ഷം രൂപയുടെ സ്വർണം ഇർഷാദ് മറിച്ചു കൊടുത്തു, മറ്റൊരു സംഘത്തിന് മറിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തിന്റെ ആരോപണം. അവർ പണം തിരികെ കിട്ടിക്കഴിഞ്ഞാൽ ഇർഷാദിനെ വിട്ടയക്കുമെന്ന് ഈ കഴിഞ്ഞ ദിവസം വരെയും അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു എന്നതാണ്
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി ഇത്തരത്തിലുള്ള പ്രചാരങ്ങൾ നടന്നിരുന്നു. ഇർഷാദ് മരിച്ചിട്ടില്ല, ഇർഷാദ് ഇപ്പോഴും കസ്റ്റഡിയിലുണ്ട്, പണം കിട്ടിയാൽ ഷാഹിനെ തിരിച്ച് അയക്കും എന്നൊക്കെയുള്ള തരത്തിലുള്ള സന്ദേശങ്ങൾ അവിടെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പോലീസിന് കഴിഞ്ഞ 2-3 ദിവസമായി പോലീസ് ഇക്കാര്യത്തിൽ ഏകദേശം ഒരു രൂപം ഉണ്ടായിരുന്നു. അത് മരണം സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു ധാരണയുണ്ടായിരുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ആരാണ് കൊട്ടേഷൻ നൽകിയത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമാവാനുണ്ട്. നിലവിൽ 1-ാം പ്രതി ഇപ്പോൾ വിദേശത്താണ് എന്നുള്ളതും പോലീസിനെ ഇക്കാര്യത്തിൽ കൂടുതൽ കുഴക്കുന്നുണ്ട്. ഇപ്പോൾ പിടിയിലായ 4 പേരും കൊട്ടേഷൻ സംഘാംഗങ്ങൾ തന്നെയാണ്. നേരത്തെ ഈ കൊട്ടേഷൻ നൽകി അയച്ച സംഘത്തിന്റെ ഈ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സ്വർണം കൊടുത്തുവിട്ടവരുടെയും അതേപോലെ പിന്നീട് ഇർഷാദിനെ തട്ടിക്കൊണ്ടുപോകാൻ കൊട്ടേഷൻ നൽകിയവരുടെയും കൂടുതൽ അറസ്റ്റുകൾ ഉടൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ശരി, അശ്വിൻ മല്ലത്താണ് വിവരങ്ങൾ നൽകിയത്.